ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഒരു കിട്ടിലും പോലത്തെ ഒരു റാങ്കഡ് മാച്ചിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും ഗൈസ് നമ്മുടെ ഈ മാച്ചിനകത്ത് സരസുണ്ട്, സുയേഷുണ്ട്, പിന്നെ ഗൈസ് റാൻഡമായിട്ട് ഒരു ബംഗാളി ഉണ്ട് കേട്ടോ. എന്തായാലും ഗൈസ് ഒരുത്തനെ കാത്ത് നിന്ന് അവൻ വരാൻ ലേറ്റ് ആയപ്പോൾ റാൻഡമായിട്ട് ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് കിട്ടിയ ബംഗാളിയാണ് കേട്ടോ. സാധാരണ ബംഗാളി വരുന്ന സമയത്ത് അവൻ നമ്മൾ ഊമ്പിക്കല പതിവ്. എന്തായാലും ഗൈസ് അവൻ മാച്ചിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാച്ചിലേക്ക് ഇറങ്ങിയ വളരെ ഗൈസ് നമ്മളുണ്ടല്ലോ ആ ഒരു മിനി യൂസ് വെച്ചിട്ട് ഒരുത്തല കിട്ടുക്കം പോലത്തെ ഒരു ഹെഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ജീവനും കൈപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു വിമാസത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു വിചാരിച്ചു. പക്ഷേ ഗൈസ് നിന്നില്ല ഗൈസ് നമ്മുടെ ടീമിനെ കണ്ടല്ലോ. അവർ ഗ്ലൂ ആളൊക്കെ നൈസായിട്ട് ഗൈസ് അകത്തേക്ക് കയറിപ്പോയി. എനിക്ക് ഓടി പോകുന്ന വാച്ചിലുണ്ടല്ലോ ഒരു M10 കിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നേരെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബംഗാളോട് എന്റെ ബംഗാളിനെ തൊടുന്നോടാ എന്നും പറഞ്ഞ് അവന് ഒറ്റ അടിയായിരുന്നു കേട്ടോ. എന്തായാലും ഗൈസ് ഇറങ്ങിയ പാടെ തന്നെ ആ ഒരു ബംഗാളിനെ രക്ഷിക്കാൻ വേണ്ടി പറ്റി. ഇനി ഗൈസ് ഈ ഒരു മാച്ച് മൊത്തം ഇവൻ ആ സ്നേഹം കാണിച്ചിരിക്കണം കാണിക്കുള്ളേടേ. എന്തായാലും ഗൈസ് ആ സ്നേഹം കാണിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കേസ് നമ്മുടെ ആ ഒരു ആഡ്സൻസിലെ കേസ് അതിന് ചെറിയൊരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലോ നമ്മുടെ വീഡിയോസിനകത്ത് ഇനി ആഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. എനിക്ക് അതിനകത്ത് 5 പൈസ പോലും വീഡിയോ ഇടുന്നതിലൂടെ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് സത്യമാണ് കേസ്. ഓക്കെ, അപ്പോൾ അത് 1-2 ദിവസം ഞാൻ ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇടാൻ വേണ്ടി. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 2 ദിവസം കൊണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാവും, പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആവും എന്നൊക്കെ ഞാൻ ഒന്ന് വിചാരിച്ചു. പക്ഷേ കേസ് അല്ല, ഞാൻ പ്രോപ്പർലി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് 1 or 2 days മേ ബി ഇറ്റ് മേ ടേക്ക് 2 or 3 weeks എന്ന്. അതായത് 1-2 ദിവസം അതല്ലെങ്കിൽ 2-3 ആഴ്ചയോളം പോവാം എന്നൊക്കെയാണ് അവന്മാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ആഡ്സൻസ് ആയിട്ട് എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ലേറ്റ് ആവും. സോ നിങ്ങൾക്കും അതൊരു എന്താണ് ഇവനെന്ത് ചത്തോ എന്ന് പിന്നെ നിങ്ങൾ ചോദിക്കേണ്ടി വരും. സോ അതുകൊണ്ട് ഞാൻ ഈ മാക്സിമം ഡെയിലി തന്നെ വീഡിയോ ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒന്നും മിസ്സാകത്തില്ല. അത് വേറെ നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് കൂടെ നിൽക്കുക. സോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ കറണ്ട്ലി ഇല്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹൈപ്പ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ആ ഒരു ആഡ്സൻസ് പോയ കൂടെ തന്നെ ആ കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഹൈപ്പ് നമ്മുടെ വീഡിയോ 4 പേരിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഗൈസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു 10 പേരെ കാണുന്നെങ്കിൽ ആ 10 പേര് ഒന്ന് ലൈക്ക് ചെയ്യുവാണെങ്കിൽ അത് വലിയ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് കാണുന്ന എല്ലാം ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ അങ്ങ് എത്തി. മനസ്സിലായില്ലേ? എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ജസ്റ്റ് ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് 2K ലൈക്സ് അത് നിങ്ങളെ കൂടെ പറ്റുമോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യണം, നിങ്ങളെ ലൈക്കായിട്ട് കാണിച്ചാൽ മതി. ഒന്നില്ല ഇത്രയൊക്കെ വീഡിയോ ഇടുന്നതല്ലടാ, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോ. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടോ നോക്കിക്കേ. എന്തായാലും നമുക്കിപ്പോൾ കറണ്ടിൽ എടുക്കുന്ന ഗണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ SKS നമ്മുടെ ഇരിപ്പുണ്ട് ഗൈസ്. ആ SKS പറഞ്ഞിങ്ങനെ അടിച്ച SKS ആണ്. പക്ഷേ എന്നാലുണ്ടല്ലോ ഒരു വൈബ് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ സ്കില്ല് തന്നെ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതായതുണ്ടല്ലോ ഞാൻ എൻ്റെ സ്കില്ല് ആ ഒരു പൂച്ചാണ്ട് സ്കില്ല് മാറ്റിയിട്ട് നമ്മുടെ ഐറസിനെ തന്നെ കേസ് ബാക്ക് ടു ഐറസിലേക്ക് നമ്മളുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറസിൽ ഇപ്പോൾ കുറച്ച് കിടിലം പോലെ കേസ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേസ് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീമേറ്റ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ മറ്റുണ്ടല്ലോ ആ ഒരു പുതിയ ഗ്ലൈഡറൊക്കെ ഇല്ലേ, പുതിയ നമ്മുടെ പഴയ ഗ്ലൈഡർ ഇല്ലേ. സോ ആ ഒരു ഗ്ലൈഡറൊക്കെ യൂസ് ചെയ്ത് നോക്കണം. മാപ്പിനകത്ത് വന്നിട്ടുള്ള ആ ഒരു കുതിരേനൊക്കെ ഓടിച്ച് നോക്കണം. നമ്മൾ ചുമ്മാ ഗെയിം മാത്രമാകാതെ ഗെയിമിനകത്തുള്ള കാര്യങ്ങൾ അതായത് മാപ്പിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന കുറച്ചൊരു വൈബായിരിക്കും ഈ അമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കേസ് കേസ് പീക്കിലേക്ക് നോക്കുമ്പോൾ ഒരു എനിമിയാണ് കേസ് ചുമ്മാ ഓടി വരുന്നുണ്ടായിരുന്നു. അവനെ കുറച്ച് ഡാമേജ് കൊടുത്തു. എൻ്റെ അമ്മനെ കിടിലം പോലത്തെ ഒരു ഡാമേജ് കേട്ടോ. അതിന് കേസ് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വേറെ എനിമി കയറുന്നു. അവനെ നോക്കാക്കി അവിടെ തന്നെ കേസ് മറ്റേ എനിമി ചാട് തന്നെ അടിച്ചു കേട്ടോ. എന്തായാലും നോക്കായി എന്നെ കംപ്ലീറ്റ് ഒക്കെ അമ്മമാർ വരുന്നതിന് മുമ്പ് തന്നെ സിജോ ചേട്ടൻ 1 and only ദി പ്രോ പ്ലെയർ ഓഫ് ദി മാച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഓടി വാ സിജോ ചേട്ടനെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ഏതാ കഴിച്ച് പേര് സിജോ സരസുര പൊട്ടാ നീയാ. എൻ്റെ പൊന്ന് കൈ സരസ്വതി ഒരു മാസ് എൻട്രി ആയിരുന്നു. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എന്നെ പെട്ടെന്ന് തന്നെ പൊക്കിയിട്ട് അവന്മാരങ്ങ് അറിഞ്ഞ് കൊന്ന് അവനെ അലക്കി സരസ്വ അവന്മാരിട്ടങ്ങ് കളിച്ചു കിട്ടി. എൻ്റെ പൊന്ന് കേസ് വിഷയം കേട്ടോ. എന്തായാലും സരസ്വതി ഞാൻ നോക്ക് പെട്ടെന്ന് തന്നെ കേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ആ കില്ല് കംപ്ലീറ്റ് ആക്കി മുമ്പോട്ട് നോക്കുന്ന സമയത്ത് ഒരു എനിമിനെ ഞാൻ കണ്ടു. അവനെ കയറി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊമ്പത്തേ ഉള്ളൂ. കാരണം നമ്മുടെ ടീമേറ്റ്സ് ഒക്കെ ഒന്ന് വന്നതിന് ശേഷം മാത്രം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരാൾ ഡെഡ് ആണ്. സോ ഈ ഒരു ഡെഡ് കിടക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട, ഒന്ന് ഹോൾഡാക്കി ഗണ്ണൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഞാൻ അതേപോലെ കേസ് ഗണ്ണ് മാറ്റി ബൈസണും അതേപോലെ കേസ് പരഫയിലും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു മെയ്സിനെ മണ്ടയ്ക്ക് കയറിന്നിട്ട് ബാക്കിയുള്ള ടീമേറ്റ്സിനെ നോക്കണം. പിന്നെ മാത്രമല്ല ആ ഒരു ഹിറ്റ് ലിസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ആമാരും കൂടെ പറഞ്ഞിറങ്ങാൻ ഞാൻ വളരെ കുറവാണ്. എവിടെ പറഞ്ഞിറങ്ങുന്നത് എൻ്റെ മോൻ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അതായത് നമ്മുടെ പീക്കിനെ മണ്ടയ്ക്കത്തെ വീട്ടിലേക്ക് ടെറസിന് മണ്ടയ്ക്ക് ഒരുത്തം പറഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ നിൽക്കട്ടെ നമ്മുടെ ടീമേറ്റിനെ പൊക്കി വിടാം. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ജയിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് എവിടെ പൊക്കമുള്ള കോയിൻ ഉണ്ടല്ലോ 1600 കോയിൻ. എന്നാലൊക്കെ സരസ് നൈസായിട്ട് പോയിട്ട് റിവൈവ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് സിയോച്ചനാണ് എൻ്റെ ഗണ്ണ് അടിച്ച് തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു പരാഫിൽ നമ്മുടെ അപ്പാക്കിയിട്ടുണ്ട്. അതേപോലെ കേസ് ബൈസൺ അടിച്ചില്ലേ സിയോച്ചേട്ടാ, അതിലെ പൊക്കി പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അപ്പോഴത്തേക്ക് നിങ്ങളത് മൈൻഡ് പോലും ആക്കിയില്ല കേട്ടോ. എന്തായാലും കേസ് ബൈസൺ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, കുഴപ്പമില്ല. ആ ഒരു സമയത്താണ് കേസ് ഞാൻ കുതിരേനെ കണ്ടത് കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് എനിക്ക് ഓടിക്കണം ഇല്ലേ. കുറേ നാളായിട്ട് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു മാച്ചിനകത്ത് പുതിയ വന്ന കുതിര ഒന്നും നീ ഓടിച്ച് നോക്കിയിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു എന്താണ് കൊച്ചു കുട്ടികൾ കളിപ്പാട്ടം കണ്ട പോലെ ഞാൻ ആ ഒരു കുതിരയെ എടുത്തോട് നേരെ മുമ്പോട്ട് പോകുന്നു. ആഹാ എന്താ രസം. അത് നോക്കി അവിടെ കൊണ്ടിട്ടിട്ട് നേരെ ഗസ് പിന്നെ വന്ന വഴി തന്നെ നടന്ന് തിരിച്ച് കയറുവാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനത്തെ സൈക്കോത്തര എൻ്റെ വീഡിയോയിലല്ലാതെ വേറെ എവിടെയൊക്കെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് അതിനൊരു ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാലും കേസ് വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ മണ്ടയ്ക്ക് എനിമി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അവൻ കുറച്ച് ഷോ ഇറക്കുന്നുണ്ട്. അവനെ പിടിച്ച് അലക്കിറണ്ടേ. സോ അതുകൊണ്ട് അവനെ
കൂടെ കംപ്ലീറ്റ് ആക്കാണ് പോകുന്ന ഒരു ഗ്യാസ് വെറുതെ ഒരു 500 കോയിൻ. ആഹാ അത് കൊള്ളാലോ. ഏതായാലും ആ ഒരു 500 കോയിൻ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് 2100 കോയിൻ നമ്മുടെ കയ്യിലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിൽ നമ്മൾ ഇതുവരെ ഗ്യാസ് ഒറ്റ കില്ല് എടുത്തിട്ടുള്ളൂ. ഈ ഒരു മാച്ചിന്റെ പോക്കുണ്ട് ഗ്യാസ് എത്ര പേർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഒരു മാച്ചിൽ എത്ര കില്ല് എടുക്കുമെന്ന് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കുറച്ച് വിഷയം തന്നെയായിരിക്കും. ഇത്രയും നേരത്തെ കളി നിങ്ങൾ നോക്കണ്ട. ഇനി അങ്ങോട്ട് ഇനിതാനെ പാക്കതാനെ പോരെ എന്താ കാളിയുടെ ആട്ടത്തെ എന്ന് പറയുന്ന പോലെ ഇനിയാണ് തരமான സംഭവങ്ങൾ പാക്കതാനെ പോരെ. മനസ്സിലായില്ലേ? കിടിലം പോലത്തെ സംഭവം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അറ്റ് ദി സെയിം ടൈം കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സിയോഷനോട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. സിയോഷനെ ഡൗൺ ആക്കിയവനാണെങ്കിലോ ആ മൈസിന്റെ ഗ്ലൂവാളിന്റെ പറകിലില്ലേ എൻ്റെ ഐറസിന്റെ പവർ വെറുതെ അവിടെ വേസ്റ്റ് ആക്കി. നേരെ നോക്കുമ്പോഴത്തേക്കും കേസ് അവൻ ആ ഒരു കവർ എടുത്ത് നിൽക്കുമായിരുന്നു. നേരെ വന്ന സമയത്ത് കിടിലം പോലത്തെ ഒരു ഹെഡിങ് കേട്ടുണ്ടായിരുന്നു. അവനടിച്ച് കംപ്ലീറ്റ് ആക്കി. ഏതാ കേസ് അവൻ നോക്കിട്ട സമയത്തുണ്ടല്ലോ ഒരു ഫ്രഷ് പീസ് ഇറങ്ങി ലോ HP അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. എൻ്റെ മുന്നിൽ ഒരു 1v2 സിറ്റുവേഷൻ ഒരുത്തം പറഞ്ഞെങ്കിൽ അന്നേരം കുഴപ്പമില്ല കേസ്. ഓക്കെ അവനെ അടിക്കാൻ പറ്റില്ല. അതൊക്കെ വലിയ സംഭവം തന്നെയാണ് എനിക്ക്. എന്തായാലും അവനെ കംപ്ലീറ്റ് ആക്കി. മൊത്തം നോക്കുമ്പോഴത്തേക്കും മൊത്തം കേസ് 2 കില്ല എടേ ഇപ്പം തന്നെ 2 ഞാൻ അടിച്ച് നോക്കെടുത്തില്ല. എൻ്റെ പൊന്ന് ഞാൻ എപ്പോഴും പറയില്ലേ ഞാൻ നോക്കെടുക്കത്തേ ഉള്ളൂ, കംപ്ലീറ്റ് ആക്കത്തില്ല. ആ ചെറിയ പ്രശ്നം എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഗൈസ് ആ ഒരു ഇതിലും കൂടെ കംപ്ലീറ്റ് നമ്മുടെ ടീമേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ 3 കില്ല് ഇപ്പോൾ കറണ്ട് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇവൻ്റെ ലൂട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇട്ട് പോയ SKS അല്ലേ കേസ് ആയിരിക്കുന്നത്. അതിട്ടിട്ടായി കളിച്ചുകൊണ്ടിരിക്കട്ടെ. ഇവരെയൊക്കെ എതിര് പറയാനോ കേട്ടോ. എന്തായാലും ആ പരാഫിൽ ഓക്കെ പരാഫിലും ബൈസിനും ഉണ്ട്. ഇത് തന്നെ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഒന്നും സെറ്റ് ആവത്തുള്ളൂ. ഇത് കൂടെ നിൽക്കണേ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു 100 പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു 10 പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര കഷ്ടമുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ബൈ ദ വേ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേസ് നമ്മുടെ അടുത്ത് ആ ഒരു എന്താണ് ഗ്ലൈഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു ഗ്ലൈഡർ നൈസായിട്ട് കേസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സരസു ആ ഗ്ലൈഡർ ഇട്ടിട്ട് നേരെ പറന്നുപോയി. ഞാൻ കേസ് പാറയുടെ മണ്ടയ്ക്ക് കയറിയിട്ട് ആ ഒരു ഗ്ലൈഡർ യൂസ് ചെയ്ത് പറന്നു പോകുന്നു. വാവ് ഏതാ രസം, ഒന്നും പറയാനില്ല കേസ്. പണ്ട് ഓർമ്മയുണ്ടോ കേസ് ഇതേപോലെ ഗ്ലൈഡർ ഇട്ട് പറന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പേര് കമന്റ് ചെയ്യുവാണെങ്കിൽ ആ കമന്റ് കുറേ ലൈക്കൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഭീമാശക്തി ടോപ്പിലെ കേസ് ആ ഒരു പൊട്ടും കിട്ടി. അതിനെ മണ്ടയ്ക്ക് ഗ്ലൈഡർ യൂസ് ചെയ്ത് പറന്ന് കളിക്കുക, ഈ മാപ്പ് മൊത്തം ചുറ്റി കാണിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കും വലിയ താല്പര്യമില്ല തോന്നുന്നു. ആരോഗ്യം കമന്റ് ഇട്ടതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇല്ലാന്ന കേസ് ഞാൻ സത്യമായിട്ടും മറ്റേ ആ ഭീമാശക്തി ടോപ്പിന് മണ്ടയ്ക്കേക്ക് ലോഞ്ച് പാടോ എന്തേലും കാണിച്ച് മണ്ടയ്ക്ക് കയറിയിട്ടുണ്ടല്ലോ ഉറപ്പായിട്ടും കേസ് ഉറപ്പായിട്ട് ഞാൻ പറന്ന് കളിച്ചേനായിരുന്നു. എന്തായാലും അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ജസ്റ്റ് ഒരാൾ കമന്റ് ചെയ്യുക, അതിനകത്ത് മാക്സിമം ആൾക്കാർ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു കമന്റിന് മാക്സിമം ലൈക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് ഞാൻ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റിംഗ് 8.9 ആയിട്ടുള്ളൂ. പിന്നെ 32 പേര് സ്റ്റിൽ അലൈവാണ്. 3 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. 2900 കോയിൻ നമ്മുടെ കയ്യിലുണ്ട് താനും കേട്ടോ. നമ്മുടെ ടീമേറ്റ്സ് ആണെങ്കിൽ നോക്കുവാണെങ്കിൽ എല്ലാവരും അലൈവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. പീക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു പടക്കമുള്ള ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ ഒരു ഐറസ് ഇട്ടിട്ടുണ്ടല്ലോ, ഒരു ഗ്ലൂ വളം അടിച്ച് പൊട്ടിച്ചു. അവിടെ നോക്കുമ്പോഴത്തേക്കും ഒരുത്തനെ മാർക്കായിട്ട് കാണിച്ചു. അവനെ ഡാമേജ് കൊടുക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ എന്താ ലോക്ക് ആവാത്ത എന്താ നമ്മുടെ സരസോടെ നോക്കായിട്ടുണ്ടായിരുന്നു. എന്തായാലും അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് അടി. ഏതാണോ റിവൈവ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ നിന്ന് അടിക്കുന്നത്? അവനൊക്കെ കാല വാരി അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ് സെയിം ടൈം റിവൈവ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാൻ സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സരസോനാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ട്രീറ്റ് അടിച്ച് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ ജീവനും കൊണ്ട് വന്നിട്ട് നിൽക്കണമെങ്കിൽ ട്രീറ്റ് അടിച്ചാൽ അവനൊന്നും വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും മുമ്പിൽ നോക്കുമ്പോഴത്തേക്കും ഒരുത്താണെങ്കിൽ നൈസൊരു വണ്ടി എടുത്തോണ്ട് എസ്കേപ്പ് ആവാൻ നോക്കി. നമ്മുടെ മുമ്പിൽ ഒന്നും നോക്കിയില്ല. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നേരെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ള എനിമീസിനെയും കൂടെ നമ്മുടെ ടീമേറ്റ് അടിച്ച് കംപ്ലീറ്റ് ആക്കിയോടെ. ഞാൻ എൻ്റെ കില്ലെടുക്കാൻ പോട്ടറാ. ഞാൻ 2 വട്ടം ചോദിച്ച് കംപ്ലീറ്റ് ആക്കി വന്ന് ആരും ഒന്നും പറയാത്തതുകൊണ്ട് നൈസർ കേസ് എൻ്റെ കില്ലിനെ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. സോ കേസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 9.9 റേറ്റിംഗ് ആയിട്ടുണ്ട്. അവനെ കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും നമ്മളുണ്ടല്ലോ റേറ്റിംഗ് കയറി 0.5 റേറ്റിംഗ് കയറി 10.4 കേസ് നമ്മൾ സിൽവറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ OP. ഓക്കെ എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നേരെ സോണിലേക്ക് കയറാൻ വേണ്ടി നോക്കി. അറ്റ് ദി സെയിം ടൈം കേസ് നമ്മുടെ ടീമേറ്റ് എല്ലാം സോണിനകത്താണ് ഇറക്കുന്നത്. അതുകൊണ്ട് അവന്മാരെ കൂടെ കൂട്ടിയിട്ട് നൈസായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒരാളെ കൂട്ടിയിട്ട് സോണിലേക്ക് കയറിയാൽ അത്ര അഡ്വാൻറ്റേജ് എല്ലാം കണ്ടുണ്ടല്ലോ. ഞാൻ അടുത്ത് ആരാൻ നോക്കുമ്പോഴത്തേക്കും സരസു ഇതന്നെയാണല്ലോ അടുത്തിരിക്കുന്നത്. എന്നാൽ പിന്നെ കേസ് സരസുവിനെ കയറ്റാൻ ബംഗാളിനെ കയറ്റെന്ന് പറഞ്ഞിട്ട് സരസുവിൻ്റെ അടുത്തേക്ക് വണ്ടി കൊണ്ട് നിർത്തി. സരസു വാടാ മോനെ കയറാ, നമുക്ക് എല്ലാവരും അടിച്ച് എവിടെ പോയി അവൻ അവനിടയ്ക്ക് ലൂട്ട് എടുക്കാൻ വേണ്ടി പോയല്ലേ. ഏതൊക്കെ സരസും കൂടെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല. നേരെ കേസ് വണ്ടി 100-130 ഉണ്ടല്ലോ പായിച്ച് പോകുന്ന കേസ്. ഇതൊരു സ്കില്ല് പരിപാടിയാണ്, വേറെ OP ആണ് ലൈക്കണം കേട്ടോ. നേരെ പാറ ഇടിച്ചു വന്ന് ചാടി ആ ഒരു ഗ്ലൈഡർ ഇട്ട് സോഡിനകത്തേക്ക്. എൻ്റെ മോനെ വൈവല്ലേ. ഇതാണ് കേസ് 2019-20 ആ ഒരു ഇറയിലേക്ക് ഞാൻ അങ്ങ് പോയി കേട്ടോ. വേറെ ലെവലായിരുന്നു. ഏതായാലും കേസ് പറന്ന് സോണിലേക്ക് ഇറങ്ങി. എന്താ സുഖം. വീട്ടിലിരുന്ന് എല്ലാവരും എനിക്ക് കാണാൻ വേണ്ടി പറ്റും. ആരും ഇല്ലേടേ താഴെയൊന്നും. ആരെങ്കിലും കൊണ്ടായിരുന്നു ചുമ്മാ മണ്ടക്കെന്നൊക്കെ വെടിവെച്ച് ചാടി അവന് മുമ്പിലേക്ക് ഇറങ്ങി പട്ടപ്പട്ടേന്ന് അടിക്കാന്നൊക്കെ വിചാരിച്ചാൽ അപ്പോഴത്തേക്കും കേസ് സരസു നമ്മുടെ വണ്ടി എടുത്ത് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ക്ലോക്ക് ടവർ എടുത്ത് എനിമി ഉണ്ടായിരുന്നു. അവനടിക്കുന്ന സമയത്ത് ക്ലോക്ക് ടവറിൽ നിന്ന് വേറൊരു എനിമി. എന്തായാലും ലോ HP ഞാൻ സാധാരണ ഫൈറ്റ് എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. ആ സമയത്ത് പട്ടിയപ്പോൾ അടി കൊണ്ട് വരലുണ്ട്. അതുകൊണ്ട് ഇനി അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ലെന്നുണ്ട്. നേരെ മെഡിക്കലൊക്കെ യൂസ് ചെയ്ത് മുമ്പിൽ കാണുന്ന എനിമിനെ നൈസ് അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ നോക്ക്. അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി വേറും വന്നു. അവനും ഡാമേജ്. എൻ്റെ മോനെ ഞാൻ ഡാമേജ് കൊടുക്കുന്നല്ലോ ഇല്ലൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കത്തില്ലേ? നിങ്ങളത് ചോദിക്കും. പക്ഷേ കേസ് അതിൻ്റെ ആവശ്യമില്ല. ഈ മാച്ച് എത്ര കില്ലെടുക്കുന്നത് നിങ്ങൾ കണ്ടോ കേട്ടോ. എന്തായാലും
മുമ്പിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു കാട്ടുവാഴയാണെങ്കിൽ നേരെ കേസ് മുമ്പോട്ട് അവനെ നോക്കേ കിടക്കണോ, ഏതോ എനിമിയുടെ കില്ല് ഞാൻ ഗുമ്മി. രണ്ടാമത്തെ എനിമിയാണ് കേസ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിലുള്ള ആ ഒരു കൈവിരിയില്ലേ കേസ്, അതിൻ്റെ പുറകിൽ ഒളിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടീമേറ്റിനെ കണ്ട് റിവൈവ് ചെയ്യാൻ വേണ്ടി മണ്ടക്കേക്ക് പോകുന്ന സമയത്ത് അവനെയും അടിച്ച് കംപ്ലീറ്റ് ആക്കി. ഇവിടെ ടീമേറ്റിലെ ലാസ്റ്റ് ഒരാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അവരെ നോക്കുന്ന സമയത്ത് ദാണ്ട് കേസ് സോണിനകത്തേക്ക് ജീവനും കൈപിടിച്ച് അയ്യോ എന്നെ തല്ലല്ലേ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവനും കൈപിടിച്ച് ഓടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ടീമേറ്റ് ലാസ്റ്റ് ഒരു എനിമിനെ കംപ്ലീറ്റ് ചെയ്ത് അവിടെ കംപ്ലീറ്റ് ആക്കി. ഞാൻ വിളിച്ചു നമ്മൾ ആ അടിച്ചവനെ കംപ്ലീറ്റ് ആക്കി, അയ്യോ എൻ്റെ കില്ല് പോയി എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ട കാറ്റുവഴുതാ കിടക്കുന്നു. എൻ്റെ ഐറസിൻ്റെ പവർ ഓൺ ആക്കിയിട്ട് നേരെ കേസ് അവനെ വെച്ച് അടിച്ച് ആ ഒരു ടീമിനെ കംപ്ലീറ്റ് ചെയ്ത് കിടക്കും പോലത്തെ ഒരു വൈപ്പായിരുന്നു. 13.1 റേറ്റിംഗ് ഇപ്പോൾ കറണ്ട്ലി ആയിട്ടുണ്ടായിരുന്നു. 7 കില്ല് ഈ മാച്ചിനകത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. 19 സ്റ്റിൽ അലയവാണ് കേട്ടോ. നമ്മുടെ ടീമേറ്റ് നോക്കുവാണെങ്കിൽ എല്ലാവരും അലയവാണ്, ആരും തെറ്റായിട്ടില്ല. പിന്നെ കേസ് നമ്മുടെ ലോഡ് ഔട്ടിനകത്ത് നിന്ന് കോയിൻ കൊടുത്ത് എല്ലാ സാധനവും ബഫ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കേസ് സ്പീഡിൽ ഓടുന്നത്, സോൺ ബഫ്, അതേപോലെ തന്നെ കേസ് HP കൂടുന്നത് വെസ്റ്റിൻ്റെ. നമ്മുടെ ടീമിലെ 2 പേരും ആ സാധനം തന്നെ മേടിച്ചതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ഫുൾ സാധനം മേടിക്കാൻ വരുന്നതായിരിക്കും കേട്ടോ. തൊട്ടുമുമ്പിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടെറസിന് മണ്ടയ്ക്ക് ഒരു എനിമിയാണെങ്കിൽ ഗ്ലൂ വാളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ അടിക്കണം. സോണിൽ കയറുന്ന സമയത്ത് അവൻ നമ്മുടെ കാലേ വാരി അടിക്കും, ചുമ്മാ സ്കോപ്പ് ചെയ്ത തലക്കിട്ട് കയറും. സോ അതുകൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പയ്യെ കയറാൻ നോക്കി. സരസുവിനെ ആ സൈഡിൽ കൂടി വിട്ടിട്ട് ഞാൻ നേരെ ഓപ്പണിൽ കൂടെ നീ എന്നെ അടിക്കണം, ഞാൻ നെഞ്ചും പിരിച്ച് വരടാ എന്നും പറഞ്ഞ് നേരെ ഉണ്ടല്ലോ ആ ഒരു സ്റ്റെപ്പിന് അങ്ങോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വന്നവരെ തന്നെ സരസും ആ ഒരു എനിമി തന്നെ ഫൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ സരസു ഉണ്ടല്ലോ നൈസൊക്കെ അവനെ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇവിടെ ഇവന്മാരെ മാത്രമല്ല വേറെ കുറേ പേരുണ്ടെന്ന്. ആ ഒരു എനിമിക്ക് നല്ല പട്ടി ഡാമേജ് കൊടുത്തു. ഇതിനൊക്കെയാണെങ്കിൽ ശരിയായ നക്കൽ എന്ന് പറഞ്ഞാൽ കില്ലെടുത്ത് തരാം ജിയോ ചേട്ടൻ. ഞാൻ പറയുന്നില്ല ഈ ജിയോ ചേട്ടൻ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കേസ്. ആ കില്ല് പോയി കുഴപ്പമില്ല. അടുത്ത എനിമിക്ക് കുറച്ച് ഡാമേജിങ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. സരസു ആണെങ്കിൽ അവിടെ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒല്ല കോയും വെച്ച് പെട്ടെന്ന് സരസുവിനെ റിവൈവ് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മുടെ ടീമേറ്റ് ആ ബംഗാളി ആണെങ്കിൽ സരസുവിനെ റിവൈവ് ചെയ്തില്ല എന്ന് കരയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ബംഗാളിക്ക് അത്രയൊക്കെ സ്നേഹമുള്ളൂ, അത്രയൊക്കെ പ്രതീക്ഷ മതി കേസ്. റാൻഡമായിട്ട് കിട്ടുന്ന പ്ലേയേഴ്സിന് അത്രയൊക്കെ സ്നേഹം ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ കേസ് ആർക്കെങ്കിലും നമ്മളോട് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. എന്താ ഇപ്പോൾ ചെയ്യുക, സത്യം പറയാം കേസ്. ഞാൻ ഇപ്പോൾ ഗെയിമിൽ റെഗുലർലി കയറാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പറ്റത്തില്ല. ബട്ട് ഗൈസ് ഞാൻ ഓൺലൈൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിനെ മാക്സിമം ആൾക്കാരെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. കുറേ പേര് ഇങ്ങനെ ഗെയിമിംഗ് നമ്മളൊക്കെ കണ്ടിട്ട് കുറേ പേര് നമ്മുടെ ഫ്രണ്ടൊക്കെ ആയിട്ടുണ്ട്. മാക്സിമം ആൾക്കാരെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതിനോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക കേസ്, ലൈക്ക് ചെയ്യണേ, നന്ദിയുണ്ടേ. ബൈ ദ വേ ഗൈസ് മണ്ടക്കുള്ള എനിമീനെ സരസ് അടിച്ച് കംപ്ലീറ്റ് ആക്കി നല്ലൊരു അസിസ്റ്റ് കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. 7 കില്ല് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. മുമ്പിൽ ഒരു എനിമീനെ കണ്ടു, അവൻ അടിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ കില്ല് സിയോഷാരൻ എടുത്തു. സിയോഷാരാണ് ആ കില്ല് എടുത്തത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാര്യം ഉണ്ടല്ലോ ആ ഒരു ട്രഷർ ബോക്സിൻ്റെ കിൽ ഫിനിഷിലെ ഗൈസ് അത് എനിക്കും സിയോഷാരനുമാണ് സ്കോഡിലുള്ളത്. സോ അതുകൊണ്ട് ആ കില്ല് സിയോഷാരൻ എടുത്തെനിക്ക് മനസ്സിലാട്ടോ. വേറെ എനിമയെ നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഓപ്പണിംഗ് ഗ്ലൂ ആൾട്ട്, നീ ആരുടെ ഗ്ലൂ ആളുടെ കൊച്ചുമോറ ഏതാ ഗ്ലൂ ആൾ കേസ്, അവൻ ഗ്ലൂ ആൾട്ട് അവൻ മാസ് കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കേസ് എൻ്റെ അടുത്ത് ഐറിസ് എന്നുള്ള കാര്യം അവൻ ഓർത്തില്ല കേട്ടോ. അവൻ നൈസർ കേസ് അവിടെ ഇരുന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യായിരുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. ആ ഒരു നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അറ്റ് ദി സെയിം ടൈം ഒരു സൈഡിൽ നിന്ന് ഇതെവിടെ കിട്ടിയ ചെറിയ അടിയാണ് കിട്ടിയത് കേസ്. എനിക്ക് തോന്നുന്നുണ്ട് മിനിറ്റോട്ടല്ലേ കേസ് ആ ഒരു മിഷൻ കണ്ണ് അതും വെച്ചിട്ട് നൈസായിട്ട് അടി കിട്ടിയതാ. കുഴപ്പമില്ല, അവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല, നേരെ ഓടി സോണിലേക്ക് കയറാൻ നോക്കുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ ചെറിയ സോൺ ആയിട്ടുണ്ടായിരുന്നു. ചെറിയ സോൺ ആയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് മൊത്തം ഓപ്പണിലാണ് കളി, ഒന്ന് ഹോൾഡ് ചെയ്ത് കളിക്കണം. ഇനിയിപ്പോൾ നോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാവുക എന്നല്ലാതെ വേറെ വഴിയില്ല. ഇത്രയും നന്നായിട്ട് കളിച്ചിട്ട് അവസാനം കൊണ്ട് കലവടക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ മൊത്തം നോക്കിയിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ സൈഡിലൊക്കെ നോക്കി, അപ്പുറത്തെ സൈഡിലൊന്നും ആരുമില്ല. ഞാനവിടെ വൈപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ താഴത്തെ ആ റിഡ്ജിലേക്ക് അവന്മാർക്ക് സോൺ അഡ്വാൻറ്റേജ്, എൻ്റെ മോനെ നല്ല കിടില അഡ്വാൻറ്റേജിലാണ് അവന്മാർ കളിക്കുന്നത്. പക്ഷേ നമ്മുടെ റഷാണ്, അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്മാരുടെ തല മാത്രമേ കാണുന്നുള്ളൂ, ചെറിയൊരു ഡോട്ട് പോലെ അവന്മാരുടെ തല മാത്രമേ കാണുന്നുള്ളൂ. അടിച്ച അവന്മാർ ചാവും, പക്ഷേ അടിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അറ്റ് ദി സെയിം ടൈം സിയോച്ചേട്ടൻ വന്ന് ട്രീറ്റ് അടിച്ച് വന്നു. ഞാൻ അങ്ങോട്ട് ട്രീറ്റ് അടിച്ച് കൊടുത്തു. അത്യാവശ്യം സെറ്റാണ്, ലൈഫൊക്കെ സെറ്റായിട്ട് നോക്കുമ്പോഴത്തേക്കും 8 കില്ല് 6 പേര് അലൈവ് 15.0 15 റേറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഗോൾഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനി നോക്കുമ്പോഴത്തേക്ക് 4 പേര് നമ്മളുണ്ട്, 2 എനിമി മാത്രമേ ബാക്കിയുള്ളൂ. അമാരൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കിടിലം പോയിട്ട് പോയാൽ വേറെ ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും നോക്കുന്നില്ല. എല്ലാവരും ഒരേപോലെ ആർക്കാ 2 കില്ലും കൂടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. ആർക്ക് കിട്ടുന്ന ഒരു പിടിയില്ല. സോ ബൈസ് ആരായാലും ഗൈസ് ഈ ഒരു സമയത്ത് കില്ലെടുക്കാനേ നോക്കത്തുള്ളൂ, അടിച്ചാൽ കിട്ടത്തില്ല എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, ഗ്രനേഡ് ഇരിപ്പുണ്ട്, ഗ്രനേഡ് മറ്റൊക്കെ സാധനം ഉണ്ട് ഗൈസ്, അത് വലിച്ചെറിഞ്ഞിട്ട് അതിലേലൊരു കില്ല് കിട്ടുമോ എന്ന് ഞാൻ നോക്കി. പക്ഷേ ഗൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ 2 കില്ല് നമ്മുടെ ടീമേറ്റ് എടുത്തിട്ട് കിടിലം പോലത്തിൽ പോയി നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കിട്ടും വേറെ ലെവലിൽ വേണം. ബൈ ഗൈസ്.